അങ്ങാടിപ്പുറത്തും കാണുന്ന ബോർഡുകൾ എന്താണ്? വിറ്റൊഴിക്കൽ വിൽപ്പന, കട നിർത്തുന്നു. എന്താണ് ഇതിന് കാരണം? ഈ പ്രദേശത്തെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ ക്ഷേത്ര നഗരി എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് നമ്മുടെ സഹോദര വിശ്വാസികൾ ദിനേന വന്നു പോകുന്ന അങ്ങാടിപ്പുറം ക്ഷേത്രം നഗരി, ഹോസ്പിറ്റൽ സിറ്റി എന്നറിയുന്ന പെരിന്തൽമണ്ണ. ഒരു ദിവസം 10,000-കണക്കിന് വാഹനങ്ങൾ ഈ NH 966 കടന്നു പോകുന്നു. 1,00,000-ലധികം ജനങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകുന്നു. എത്രയോ ജനങ്ങൾ ഈ കുരുക്കിൽപ്പെട്ട് വഴിയിൽ വെച്ച് പൂർണ്ണഗർഭിണികൾ പ്രസവിക്കുന്നു. വളരെ സീരിയസ് ആയി വരുന്ന രോഗികൾ ആ വാഹനങ്ങളിൽ കടന്ന് മരിക്കുന്നു. ആരോടാണ് ഇത് പറയാനുള്ളത്? ആരാണ് ഇത് കേൾക്കാനുള്ളത്? പരസ്പരം പഴിചാരുന്ന ഇടതിനോടും വലതിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്, സൂചനാ സമരമാണ്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകുമെന്ന സൂചനയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതില്ല വലതില്ല, പക്ഷേ വേണ്ടി വന്നാൽ നമുക്കറിയാം ഡോക്ടർമാർ, നമ്മുടെ ഇടതുകാലിനോ വലതുകാലിനോ നിങ്ങളുടെ ജീവൻ അപായമാണെന്ന് പറയുമ്പോൾ ഒട്ടും സന്തോഷമില്ലാതെ ആ കാലുകൾ ഞങ്ങൾ മുറിച്ചു മാറ്റും. അതുപോലെ ഇവിടെ ഇടതിനെയും വലതിനെയും മുറിച്ചു മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കൗൺസിലർ തീരുമാനമെടുത്തു. വരാൻ പോണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരള ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റുകളാണെങ്കിലും അനുദിനം വ്യാപാരദ്രോഹ നടപടികൾ തുടർന്നപ്പോൾ വ്യാപാരികളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കാൻ ഒരുപക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 50-ലധികം മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം നിങ്ങൾ കണക്കാക്കണം. 5000-ന് താഴെയാണ്. 1000-ഉം 2000-ഉം 3000-ഉം എന്തിനധികം പെരിന്തൽമണ്ണയിലെ 38 വോട്ടിനാണ് അവിടെ MLA ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.